ടിക്കാറാം മീണ സാറ് ഒരു 20 കിലോമീറ്റർ ദൂരെ, ജയ്പൂരിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊരു ചെറിയ വീടൊക്കെ വെച്ച് ഇപ്പോൾ ഇവിടെയാണ് താമസം. അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരള എന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കേരളവുമായുള്ള ഓർമ്മകൾ പോലും ഈ വീട്ടിലുണ്ട്. അദ്ദേഹം അകത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. സാർ നമസ്കാരം. കോൺഗ്രസിൽ ചേർന്നിട്ട് പിന്നെ കാണുന്നത്, വാർത്തകളിൽ കാണുന്നത്, ജയ്പൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ കോ കൺവീനർ ആയിരുന്നു. പ്രകടന പത്രികയിലെ കോ കൺവീനർ ആയിരുന്നു. അത് ഈ നിയമസഭാ ഇലക്ഷൻ സമയത്ത്. അപ്പോൾ ഈ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ എൻ്റെ സവായ് മാധോപൂർ ജില്ലയിൽ നിന്ന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ, അതായത് ബാമൻവാസ് എന്നുള്ള ഒരു നിയമസഭാ മണ്ഡലം ഉണ്ട്. അവിടെ ഞാൻ MLA ടിക്കറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാലും പിന്നെ ഹൈക്കമാൻഡ് എന്നോട് പറഞ്ഞു, അത് ഈ MLAക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ ശ്രമം ചെയ്യരുത്, MP ലോക്സഭയ്ക്ക് വേണ്ടി നിങ്ങളെ പരിഗണിക്കാം. അതുകൊണ്ട് ഞാൻ അവിടെ പിൻവലിച്ചു. പിന്നെ നിയമസഭ അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയത് ഹൈക്കമാൻഡിൻ്റെ ആൾക്കാർ തന്നെയാണ്. ശരിക്ക് നമ്മൾ എന്നെ കോൺഗ്രസ്സിൽ കൊണ്ടുവന്നത് KC വേണുഗോപാൽ സാറാണ്. അപ്പോൾ KC വേണുഗോപാൽ സാർ തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത്. അപ്പോൾ ലോക്സഭയിലും അവർ എൻ്റെ പേരെ പരിഗണിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയം അങ്ങനെയാണ്, അത് തീർച്ചയായിട്ടും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ലോക്സഭ ടിക്കറ്റിന് വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ 2 ഗ്രൂപ്പ്സ് ഉണ്ട് രാജസ്ഥാനിലെ. സച്ചിൻ പൈലറ്റും ഗെഹ്ലോട്ട് ഗ്രൂപ്പ് ഉണ്ട്. അത് ശരിക്കും നമ്മൾ പറയുന്നത് ഒന്നുമില്ല, പക്ഷേ ഇത് സത്യമാണ്. ഇത് ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് കാരണമാണ് കിട്ടാതെ പോയത്. അപ്പോൾ ഗ്രൂപ്പ്സിലെ ഇവരുടെ സ്വന്തം ആൾക്കാരെ, ഏത് ചേരിയിലെ ആൾക്കാരെ ഉണ്ടായിരിക്കണം, അതനുസരിച്ചാണ് അവർ ഹൈക്കമാൻഡിന് ഇവർ ശുപാർശ ചെയ്തത്. കോൺഗ്രസിൽ തന്നെ സജീവമായി തുടരുകയാണ്. ഇപ്പോൾ ഞാൻ കോൺഗ്രസ്സിൽ തന്നെയാണ്. BJPയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഒരുപാട് ആൾക്കാർ, ഞാനൊരു വലിയ ആളില്ലല്ലോ, എൻ്റെ തുടക്കം തന്നെയാണ്.